അമല ഷാജി റിലേറ്റഡ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. സ്നേഹ കണ്ടിട്ടുണ്ടായിരുന്നു. 30 സെക്കൻഡ് റീൽസിന് 2 ലക്ഷം 3 ലക്ഷം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രവേഴ്സി സാധനം തമിഴില്. എഗെയിൻ അത് വീണ്ടും തിരിഞ്ഞു കളിച്ച് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഈ ആളിപ്പൊ പറയുന്ന ഒരു ആംഗിളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം വഴിയാണ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പുഷ് ആവുന്നത്. സോ അവിടെ സ്വന്തമായിട്ടൊരു പ്രൈസ് ടാഗ് ഇടുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സാധനം ഹിറ്റ് ആക്കണമെങ്കിൽ ഇപ്പോൾ റീലോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പാട്ടൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ഹിറ്റ് ആവും. അങ്ങനെ സക്സസ് ആയ ഒരുപാട് പാട്ടുകൾ നമ്മൾ മുന്നിൽ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് അവരുടെ പ്രൊഡക്റ്റ് പുഷ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ക്രിയേറ്റേഴ്സ് ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അത് ഡെഫിനറ്റ്ലി എല്ലാവരും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണ്ടല്ലോ. അതാണ് മെയിൻ കാര്യം. എന്തായാലും സിനിമാക്കാരേക്കാൾ കൂടുതൽ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്താണ് ആളുകൾ ചെല്ലുന്നത്. സോ എന്താണ് ഇങ്ങനെ ഇനി ഫർദർ ആയിട്ട് പറയണ അമല ഷാജി റിലേറ്റഡ് ആയിട്ട് നോക്കട്ടെ. அமலா சாஜி, சரி, அந்த பேரை உச்சரிச்சு கிட்டத்தட்ட அதுல நிறைய ஹேட்டர்ஸ் சம்பாரிச்சிட்டீங்களோ அப்படின்ற ஒரு கேள்வி நான் தொடங்குறேன். எதனால அந்த பேர், எதுக்காக அவங்கள அணுகுனீங்க? இல்ல ரொம்ப சிம்பிள். அதுதான் உடனே என்ன எல்லாம் திட்டுறது ஒரே, உன்னை யாரையா போ சொன்னது, நீ ஏன் அங்க போய் கேட்ட, நீ பேசாம உட்காந்துக்க வேண்டியதானே, படம் எடுத்தா நீ எதுக்கு அங்க போன அப்படின்னு எல்லாரும் திட்டுறாங்க. அடிப்படை அறிவு ஒன்று புரிஞ்சுக்கணும். ஒரு படத்தை ப்ரொமோஷன் பண்ணணும். ஆமா, ஒரு காலகட்டத்துல பேப்பர்ல எழுதுனா போதும். உங்களுக்கு புரியுதா? உங்களுக்கு ஒரு காலத்துல பேப்பர்ல விளம்பரம் வந்துட்டாலே படம் பிசினஸ் ஆகும். டேட் நீங்க பேப்பர்ல போட்டாலும் பிசினஸ் ஆயிடும். அப்ப எல்லாரும் பேப்பர் தேடி போனோம். அதுக்கப்புறமா டிவி வந்துச்சு, இந்த மியூசிக் சேனல்லாம் வந்துச்சு. எப்பெல்லாம் அந்த மியூசிக் சேனல்ல பாட்டு ஓடும், அந்த பாட்டு கிட்ட ஆடும், நம்ம மியூசிக் சேனல் தேடி போனோம். அதுக்கப்புறமா பண்பலை வந்தது, எஃப்எம். உடனே எஃப்எம் தேடி போனோம். எஃப்எம்ல ஒரு பாட்டு ஹிட் ஆச்சுன்னா ஒர்க் அவுட் ஆச்சு. இன்னைக்கு யூடியூபும் இன்ஸ்டாகிராமும் தான் ட்ரெண்டிங். நான் படம் எடுத்திருக்கேன், நான் மக்கள்கிட்ட கொண்டு போய் சேர்க்கறதுக்கு நான் விற்க தான் செய்வேன். நான் ஒரு பொருள் வச்சிருக்கேன், விற்க கூவ வேணாமா? நானு கொய்யா கொய்யா நான் கூனா தான் கொய்யா வைக்கும். நான் வச்சுக்கிட்டு நீ ஏன்டா கடைக்கு தெருவுக்கு எடுத்துட்டு வரேன்னு கேட்கற மாதிரி பைத்தியக்காரத்தான கேள்வியா இருக்குது. ശരി, ഇപ്പൊ ചോദ്യം ചോദിച്ച നാട്ടുകാരെ കുറ്റം പറിച്ചു. നാട്ടുകാർ ഇങ്ങനെയോട് ചോദിച്ച ചോദ്യം കൃത്യമാണ്. അണക്ക് എന്റെ പ്രൊഡക്റ്റ് ഈ കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ ആവശ്യമാണ് അല്ലേ? അതാണ് നാട്ടുകാർ കമന്റ്. ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോയിലും കമന്റ് ബോക്സിൽ അതന്നെ ചോദിച്ചത് അല്ലേ? അപ്പൊ പിന്നെ ഇയാള് പിന്നെ അതിന്റെ റിപ്പീറ്റ് അടിച്ച് നാട്ടുകാരോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇയാള് പണ്ടത്തെ കാര്യങ്ങളും കുറെ പറയുന്നുണ്ടല്ലോ. പണ്ട് അതൊക്കെയായിരുന്നു സോഴ്സ് ഉണ്ടായിരുന്നത്. ഒരു സിനിമ എങ്ങനെയാ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ സോഴ്സ് അതായിരുന്നു. ഇപ്പൊ ഇതാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന് ആൾക്കാർ മാറി. അതേപോലെ പണ്ട് പേപ്പറിൽ ആഡ് കൊടുക്കാൻ 500, 1000 റേഞ്ച് ആണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിന് അത് എത്രയായി? 50,000, 1,00,000 ആയി. പണ്ട് 500 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 50,000, 1,00,000 വിലയാണ് ആ സമയമൊക്കെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കാലം മാറുന്നതിനനുസരിച്ച് പ്രൊമോഷൻസിന്റെ മെത്തേഡ് മാറും, എമൗണ്ട് മാറും. ഇപ്പൊ നാളെ വേറെ രീതിയിലാവും. നമ്മളാരെങ്കിലും വിചാരിച്ച സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും ആരും വിചാരിച്ചിട്ടില്ല. അപ്പൊ മൂപ്പര് എന്താ പറയാ, ചോദ്യം ആ കമന്റ് ബോക്സിലൂടെ ഇങ്ങനോട് ചോദിച്ച ചോദ്യത്തിന് അതേ ചോദ്യം മൂപ്പര് എന്ത് ചെയ്ത് തിരിച്ചു മറുപടി ആയിട്ട് കൊടുക്കും ചെയ്തു. இந்த படத்துடைய ஆடியோ லான்ச்ல ரத்னான்னு ஒரு தயாரிப்பாளர், பெண் தயாரிப்பாளர் பேசியிருப்பாங்க. அவங்க தான் இதெல்லாம் ஒருங்கிணைச்சாங்க. நான் எனக்கு நேரம் இல்லை, நான் போய் உட்காந்து பேசிட்டு இருக்கல. வந்து ஒரு 300 பேர் இருக்காங்க சார். நாங்க மகிழ்ச்சி. எனக்கு இப்ப ஜெயிலர்ல காவாலியான ஒரு சாங் ஹிட் ஆச்சுன்னா அது ஒரே காரணம் இன்ஸ்டாகிராம் தான். நல்ல விஷயம். ஏங்க அந்த மாதிரி எனக்கு ஆசை இருக்க கூடாதாங்க? நான் போய் ஒளி மொழியில கொடுக்க முடியுமா? இல்ல நான் போய் பேப்பர்ல காத்துல என்ன அருமையான பாடம் வந்துருக்கா யார் பாப்பா? யார் பேப்பர் படிக்கிறான்? பேப்பர் காலி, டிவி காலி, எஃப்எம் காலி. உங்களுக்கும் தெரியும், எனக்கும் தெரியும். இன்ஸ்டாவும் யூடியூப் தான் இருக்கும்போது நான் எங்க என் பொருளை விற்கணுமோ நான் அங்க சந்தைப்படுத்துறது ஏன் புத்திசாலித்தனம். அதுதான் என் தேவை. 1 கோடி ரூபாய் கொடுத்தாங்க ஒட்டுமொத்த பட்ஜெட்டு. நீங்க சொல்லுங்க, இப்ப நீங்க ஒரு கலைஞன் தானே. 300 இன்ஸ்டாகிராம் அந்த டோட்டல் இன்ஃபுளுசர்ஸுக்கு இந்த படத்தை ப்ரொமோட் பண்றதுக்கு எனக்கு கொடுத்த பட்ஜெட்டுங்க. என் படத்தோட பட்ஜெட் என்னங்க? 1.5 கோடி ரூபாங்க படத்தோட பட்ஜெட். ஒரு கலைஞனா உங்களுக்கு கோபம் வராது? ഇതിൽ കോപം വരേണ്ട ആവശ്യം എന്താ? 1.5 കോടി രൂപയ്ക്ക് പടം എടുത്തു, താങ്കളുടെ സിനിമ താങ്കൾക്ക് പ്രൊമോട്ട് ചെയ്യണം തോന്നി അല്ലേ ഈ വ്യക്തിക്ക്? ഇത് പലരുടെയും എക്സ്പീരിയൻസ്. ഞാൻ ഇയാളെ വെച്ചിട്ട് പറയണ്ട, പലരും ഇപ്പൊ പറയുന്ന ഒരു കുറ്റം എന്താ അറിയോ? ഞങ്ങൾ 1 കോടിക്കും 2 കോടിക്കും സിനിമ എടുക്കുന്നു, ഇത് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് PR വർക്കേഴ്സ് ഞങ്ങളെ കയ്യിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും വാങ്ങുന്നു. ഈ PR വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജൻസിയോ അല്ലെങ്കിൽ PR ഏജന്റോ ഇവരുടെ കമ്മീഷൻ അടക്കം അടിച്ചിട്ടാണ് ഈ സിനിമാക്കാരോട് ഈ എമൗണ്ട് പറയുന്നത്. നിങ്ങൾ നേരിട്ട് ഒരു ഇൻഫ്ലുവൻസറിന് മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് സിനിമാക്കാർക്ക് ഇത്ര വലിയ പാടുണ്ടോ? ഞാൻ അറിയേണ്ടി വയ്ക്കും. ഞാനിത് ഈ ഒരു വ്യക്തി അറിയാൻ വേണ്ടി മാത്രം പറയുന്നതല്ല. എൻ്റെ വ്യൂവർഷിപ്പിലുള്ള ഇതേപോലെ പ്രൊമോഷൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക്
ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഇവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സിൽ ഒരു ഫോട്ടോന് അടി പോയിട്ട് എനിക്കൊരു കൊളാബറേഷൻ ചെയ്യണം, വാട്ട്സ് യുവർ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നാലെ അവരുടെ മാനേജർ നോക്കുന്നുണ്ടാവും, ചിലപ്പോൾ സ്വന്തമായി പ്രൊഫൈൽ നോക്കുന്നവരുണ്ടാവും, അവരൊക്കെ ഓടി പിടിച്ച് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് കാര്യം ചോദിക്കും അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ സിനിമാക്കാർക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല. ഞങ്ങളെല്ലാം PR ഏജൻസിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ PR ഏജൻസി ഒരു ഇൻഫ്ലുവൻസർക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ 1000 രൂപയാവും, സിനിമാക്കാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് 10,000 രൂപയാവും. അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമയുടെ പാട്ട്, ഇപ്പൊ കാവാലയ്യക്ക് ഒരു ഹുക്ക് സ്റ്റെപ്പ് ഉണ്ട്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഹുക്ക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഇന്ന സ്റ്റെപ്പ് എല്ലാവരും കളിക്കണം. ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സും പിന്നെ മൈൽഡ് ഇൻഫ്ലുവൻസേഴ്സും ബോട്ടം ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ 3 ടയറായിട്ട് തിരിച്ചിട്ട് അവർക്ക് ഇന്ന ആൾക്ക് ഇത്ര രൂപ, അങ്ങനെ തിരിച്ചിട്ടാണ് ഇവർ ഏജൻസിക്കാർ ഇത് പിടിക്കുക. ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളോട് പറയുന്നു, ടോപ്പ് ക്രിയേറ്റേഴ്സ്, ഡാൻസ് ക്രിയേറ്റേഴ്സിന് കിട്ടുന്നത് ഒരു വലിയ എമൗണ്ടാണ്. പക്ഷെ ആ എമൗണ്ട് വാങ്ങുന്ന ആളുകളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതേ മലയാളത്തിലുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, മറ്റേത് കൂടുതലല്ല, ഏറ്റവും കൂടുതൽ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് 1000, 500, 2000 റേഞ്ചിൽ താഴെയുള്ള 10K, 20K, 30K ഫോളോവേഴ്സ് ഉള്ള ആളുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട്. എന്നിട്ട് തന്നെ ഈ PR ഏജന്റ് അതിൽ നിന്ന് 500, 1000 എടുക്കും. എന്നിട്ട് ഇവരുടെ കയ്യിൽ ഇത് ഒരാഴ്ച 2 ആഴ്ച കൊണ്ടാണ് ഈ 1000, 500, എന്നിട്ട് അതൊന്ന് സ്കാം അടിച്ചു പോകണ എത്ര ആൾക്കാരുണ്ടറിയോ? അതൊന്നും തട്ടിപ്പോടി. ഒരു 50 ക്രിയേറ്റേഴ്സിന് ഗ്രൂപ്പ് ഉണ്ടാക്കും. കാവാലയ്യ സോങ് വിചാരിച്ചോ, 50 ക്രിയേറ്റേഴ്സിനും കാവാലയ്യ സോങ് കൊടുക്കും, ചെയ്തിട്ട് അയക്കാൻ പറയും. എന്നിട്ട് ഇവർ ചെയ്തിട്ട് അയക്കും. അത് ഈ 50 എണ്ണം പോസ്റ്റ് ആവും. ലാസ്റ്റ് ഈ പൈസ കിട്ടിപ്പോണെങ്കിൽ ഒരു മാസം ഒരു ക്രിയേറ്റർ ആരെ പിന്നാലെ നടക്കണം? ഈ PR ഏജന്റിന്റെ പിന്നാലെ നടക്കണം. അപ്പൊ ആരാണ് ഇടയിൽ നിന്നിട്ട് പൈസ തട്ടുന്നത്? അറിയേണ്ട കാര്യമില്ലല്ലോ. ചെലവാക്കുന്ന പൈസ പിന്നെ അവർക്ക് ഏത് വഴിക്ക് പോയി അറിയണ്ടേ? അല്ല, അവര് വിചാരം കൊറേ പൈസ അങ്ങോട്ട് കൊടുക്കണ്ട്, സിനിമാക്കാർക്ക് കൊടുക്കണതിന് ഒരു കുഴപ്പമില്ല, അവര് നടന്മാർക്കും നടിമാർക്കും കൊറേ. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി എന്താ പറഞ്ഞേ, 1.5 കോടി ബഡ്ജറ്റുള്ള സിനിമയ്ക്ക് 1 കോടി രൂപ പ്രൊമോഷന് ചോദിച്ചു എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഭയങ്കര കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ആളുകൾക്ക് തന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ സ്വന്തം പ്രൊഡക്റ്റ് പുഷ് ചെയ്തൂടെ? ആ നടനോ നടിനെ കൊണ്ട് ഫേമസ് അല്ലാണ്ടാണോ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് വേണ്ട, ഇനി അവര് ഫേമസ് അല്ലാന്ന് വിചാരിച്ചോ, കൊട്ടേഷൻ കൊടുക്കുമ്പോ അങ്ങനെയല്ലേ കൊടുക്കുക. ഇപ്പൊ ഈ കൊട്ടേഷൻ തന്ന PR ടീമിനോട് സിനിമാക്കാർക്ക് പറയട്ടെ, എന്റെ സിനിമയ്ക്ക് 1.5 കോടിയുള്ളൂ, 25 ലക്ഷത്തിന്റെ പ്രൊമോഷൻ മതി എനിക്ക്, അതും പറയാലോ. അല്ലാതെ ഇപ്പൊ 1.5 കോടിന്റെ സിനിമയ്ക്ക് 1 കോടിന്റെ പ്രൊമോഷൻ ചെയ്തേ പറ്റൂന്നില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നില്ല, ഇതെന്താ അറിയാം, അതായത് സോഷ്യൽ മീഡിയയിലുള്ള ഒരു പൈസ വാങ്ങരുത്, ഫ്രീ ആയിട്ട് ചെയ്യണം. അതാണ് അവരുടെ ഒരു ലൈൻ. അതാണ് അവരുടെ ലൈന്. 1 கோடி ரூபாய் எதுக்கு கொடுக்கணும்? வாங்கிக்கங்க. 1.5 கோடி ரூபாய் படத்துக்கு 1 கோடி ரூபாய் கேட்பீங்களா? நியாயமா இல்லையா? நான் ரொம்ப சிம்பிளா சொல்றேன். ஒரு கதை நாயோட சம்பளம் 2 லட்சம் ரூபாய். 1 வருடம் அந்த பொண்ணு உளுந்து போட்டு மேக்கப் போட்டு நைட்டு பகலா கஷ்டப்பட்டு அழுது உளுந்து போல்டு சீன் சில சமயம் எல்லாருக்கும் மத்தியில் அந்த பொண்ணு நடிக்க நேர்ந்து பாட்டுக்கு ஆடி எவ்வளவு காயப்படுவா, கஷ்டப்படுவா, கடைசி வரைக்கும் நின்று ஒரு ஹீரோயின் 1 வருஷம் 2 வருஷம் வேலை பார்க்குற சம்பளம் அது. இப்போ கிளாப்போட வச்சுக்கிட்டு எடிட்டிங் ரிப்போர்ட் வச்சுட்டு ஆர்ட் மெட்டீரியல் வச்சுட்டு டைரக்டர்கிட்ட கெட்ட வார்த்தையா திட்டு வாங்கி போராடுறவனுக்கு சம்பளம் 5000 ரூபாய். இப்ப நான் கேட்கறேன், அவன் 2 லட்சம் ரூபாய் எடுக்கிறதுக்கு அவன் எவ்வளவு நாள் உழைக்கணும்? இந்த ஒரு படத்துல 2 வருஷம் செருப்படிப்பட்டு வாழ்ற ஒரு உதவி இயக்குனருடைய சம்பளம் என்ன? 30 நொடிக்கு நீங்கள் கேட்கக்கூடிய தொகை என்னன்ற என் கோபம். ശരി, അത് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്ത് കാലാകാലങ്ങളായിട്ട് സിനിമാക്കാരൻ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഒരു നടീന്റെ എഫേർട്ട് പറഞ്ഞു, ഒരു നടി 2 ലക്ഷം രൂപ മേടിച്ചിട്ട് 1 or 2 സിനിമ സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞു. ഇതേ നടി ഒരു 5 കൊല്ലത്തിന് ശേഷം സൂപ്പർ സ്റ്റാർ ആവുക, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു 10 സിനിമ കഴിഞ്ഞാൽ ഈ 2 ലക്ഷത്തിന്റെ അപ്പുറത്തേക്ക് കുറച്ച് പൂജ്യം ചേരും അല്ലേ? കുറച്ച് പൂജ്യം ചേരുവേ. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാ ഈ പറഞ്ഞ നടി, അയ്യോ എന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച ചേട്ടനാണേ, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സിനിമയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോ അവര് കുറയ്ക്കാറുണ്ടോ? ഉണ്ടോ? ഒരു ഇൻഡസ്ട്രിക്ക് അകത്തും അങ്ങനെ ഉണ്ടാവാം, ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ അത് വിരലുണ്ടാവുന്ന 1 or 2 പേരുണ്ട്. അതേപോലെ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ആദ്യം തുടങ്ങുന്ന ആൾക്കാരെ ആരെങ്കിലും മൈൻഡ് അടിക്കണ്ടോ? കുറച്ചും കൂടി വലുതായിട്ടല്ലേ എല്ലാവരും മൈൻഡ് അടിച്ചിട്ട് പൈസ ഒക്കെ വരുന്നു. ഇവിടെ ഒരു അമല ഷാജിനെയാണ് ഇവര് പറയണേ. ഒരു അമല ഷാജി ചെയ്ത് എങ്ങനെ
റീൽസ് ഇട്ട് 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 ചീത്ത കേട്ട് 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 തെറിവിളി കേട്ട് 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 ട്രോള് വന്നാണ് അമലാഷാജി ആയത്. ഈ സ്റ്റാർട്ടിങ്ങിൽ ആരെങ്കിലും മൈൻഡ് അടിച്ചിരുന്നു? അപ്പോഴൊന്നും ഇതിന്റെ കണക്കൊന്നും കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ. വേണ്ട അമലാഷാജി ഇന്ന പാട്ടിന് 500 രൂപ മേടിച്ചു 1000 രൂപ മേടിച്ചെന്ന് പറഞ്ഞ ഒരു കാര്യം നല്ലതായിട്ട് പറഞ്ഞു കേട്ടില്ലല്ലോ. കൂടുതൽ മേടിച്ചപ്പോഴല്ലേ പ്രശ്നം വന്നത്. കൂടുതൽ ഫോളോവേഴ്സ് ആയപ്പോ കൂടുതൽ വാങ്ങാൻ തുടങ്ങിയപ്പോ അത് പ്രശ്നമായി. അപ്പൊ ഈ സിനിമാക്കാരും അങ്ങനെ തന്നെയല്ലേ, തുടക്കം വരുമ്പോ എല്ലാരും ഈ അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് തന്നെ പോവാറ്. എന്നിട്ട് പിന്നെ സ്റ്റാർ ആയി കഴിഞ്ഞാൽ അവരുടെ റേറ്റും കൂട്ടില്ലോ. അത് എല്ലാവരും അങ്ങനെ തന്നെ, നടനാണെങ്കിലും നടിയാണെങ്കിലും അവർക്കുള്ള കഷ്ടപ്പാട് ഇവരും ചെയ്യുന്നുണ്ട്, അതാരും കാണില്ല. ഈ അതേപോലെ സിനിമാക്കാർക്ക് ഫുൾ ടൈം ഇതാണല്ലോ കഷ്ടപ്പെട്ട് പണിക്കുക. അവർക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ഇല്ലേ, ഒരു 5 മിനിറ്റ് എന്താ പറയാ ഷൂട്ട് കഴിഞ്ഞാല് ഒരു അരമണിക്കൂർ ബ്രേക്കാണ്. നമുക്ക് അറിയുന്ന കാര്യമില്ല അതൊക്കെ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രേക്കാണ്. പിന്നെ ഇവര് പറയുന്നത് എന്താ അറിയോ, 30 സെക്കൻഡ് ഒരാള് ഇപ്പൊ തമന്ന എന്ന് പറഞ്ഞ ഒരാള് ഡാൻസ് കളിച്ച് കാവാലയ്യ എന്ന് പറഞ്ഞ പാട്ട് വേറെ റേഞ്ചിൽ വെച്ചതാണ്. പ്രേക്ഷകർ ഫസ്റ്റ് തമന്നേനെയാണ് നമ്മൾ കാണുന്നത്. ഒരാൾ ഒരു 30 സെക്കൻഡ് റീൽ, ഇപ്പൊ അമലാഷാജി ഒരു റീൽ ഇട്ടു, തമന്ന കളിച്ചതിന്റെ 100% പോലും ആ റീലിൽ ഇല്ലെങ്കിൽ അമലാഷാജി എയറിലല്ലേ, അങ്ങനെ ഡാൻസ് കളിച്ച എല്ലാരും എയറിലല്ലേ. അപ്പൊ അതിനകത്തൊന്ന് വെറൈറ്റി വരണം, അതിനകത്ത് ഗ്രേസ് കൊണ്ടുവരണം. തമന്നെ കളിച്ചതിന്റെ ഒരംശെങ്കിലും അതിനകത്ത് വന്നാലേ സൈബർ ബുള്ളിങ് അത്രയെങ്കിലും കുറയുള്ളൂ. ഇത്രയൊക്കെ നോക്കിയിട്ട് അവിടെ 30 സെക്കൻഡിന്റെ സാധനം ചെയ്യുന്നത് ഇവർ ഈ പിള്ളേര്. അപ്പൊ ഈ 30 സെക്കൻഡിന്റെ സാധനം ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ എന്നാ ഇവരുടെ ഒക്കെ സിനിമ എന്താണ് ഈ 30 സെക്കൻഡ് കൂടി ഇവർക്ക് പ്രൊമോഷൻ ചെയ്യാം. ഇവരെന്തിനാ ഇവരുടെ അടുത്തേക്ക് പോണത്, സോഷ്യൽ മീഡിയ അടുത്തേക്ക് പോണത്? ഇവര് സ്വന്തമായിട്ടുള്ള ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും ഇടണ്ട, നേരെ പോയിട്ട് സിനിമ തിയേറ്ററിലും ഇറക്കുക. അവിടെ പോയിട്ട് പരസ്യം വല്ല പാട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഇറക്കി കാണിക്കും. പിന്നെ ടിവിന് മറ്റേ കുറ്റം പറയുന്നത്, ടിവിയിൽ ഇറക്കിക്കോട്ടെ, FM ഇറക്കിക്കോട്ടെ. പണ്ട് ടിവിക്ക് പ്രശ്നം, ടിവിയില് ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കാന്ന് വെച്ചോ, ലെറ്റ്സ് ഒരു ക്രിക്കറ്റ് മാച്ചോ എന്തെങ്കിലും ഒരു മെയിൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി നൈറ്റ്, സ്റ്റാർ നൈറ്റ്. പണ്ട് ശനി ഞായറാഴ്ച ഒക്കെ ചില സ്റ്റാർ നൈറ്റ്സ് വരുമല്ലോ, അതിനിടയിൽ പരസ്യം കാണിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ടിവിക്കാര് വാങ്ങണമെന്നായിരുന്നു പണ്ടത്തെ പ്രശ്നം. ഇപ്പൊ TV പൊളിഞ്ഞപ്പോ സോഷ്യൽ മീഡിയ വാങ്ങണമെന്നാണ് ഇപ്പത്തെ പ്രശ്നം. ഏനിരിക്കുന്നു இதே அமலாஷாஜி, நான் அவங்க பேர் விட்டுருங்க, அது என்னமோ நான் என்னமோ அவங்க பேர், அது இந்த பத்திரிகையாளர்கள் கேட்டாங்க, நான் சொல்லிட்டேன்னு வச்சுங்களேன். இப்ப அமலாஷாஜி 2 லட்சம் வேணாங்க, 20 லட்சம் வாங்கி சொல்லுங்க. சரி, சரியா? ஒன்னு விஷயத்தை அவங்க செய்யணும். அந்த பாட்டு அவங்களோடதா இல்ல, அந்த படத்தோட இசை அவங்களோடதா, அந்த படத்தோட பாடல் வரிகள் அவங்களோடதா, பாடியது அவங்களா, நடித்த 2 கதை நாயகர்கள் அவங்களா, இல்ல சினிமாட்டோகிராஃபி அவங்களா, கோரியோகிராஃபி அவங்களா, அந்த படத்தோட டைரக்டர் அவங்களா, ப்ரொடியூசர் அவங்களா? இதெல்லாம் யாரோட உழைப்பு? எங்க உழைப்புங்க. நீங்க என்ன பண்றீங்க, காப்பி அடிக்கிறீங்க. சரியா? நீங்க என்ன பண்ணுங்க, 2 லட்ச ரூபா வேணாம், 20 லட்ச ரூபா வாங்கிக்கோங்க. எங்க ஆளுங்க எல்லாரும் ராயல்ட்டி கொடுத்துருங்க. என் பாட்டு மஸ்காரா போட்டு மயக்கிற மட்டுமே ரீல்ஸ்ல 1 லட்சம் ரீல்ஸ் இருக்கு. நான் பாட்டே எழுத மாட்டேன், கால் மேல கால் போட்டு நான் உட்காந்துப்பேன். நியாயமா இல்லையான்னு நீங்க பதில் சொல்லுங்க. நீங்க சொல்லுங்க. கண்டிப்பா அமலாஷாஜி இவ்வளவு பிரபலமானனாலதான் அமலாஷாஜி கிட்ட நம்ம இவ்வளவு விஷயங்கள் கேட்கறோம். நீங்க எங்க பாட்டுக்கு ஆடுறீங்க எல்லாம். சரி, மக்களுக்காக தானே உங்களோட உழைப்பும். நான் எப்படி 2 லட்சம் கொடுக்க முடியும்? அதுதானே என் பிரச்சனை. அந்த இடத்துல வரப்போ கொடுத்திருக்காங்களே அப்படின்ற ஒரு விஷயம் 300 கோடிக்கு வாங்கி நான் சொல்றேன். அது உங்களோட பதிலா இல்ல, இப்பயும் சொல்றேன், நானும் 2 லட்சம் ரூபாய் தரேன்னு வச்சுக்கோங்களேன், எனக்கு ராயல்ட்டி கொடுங்க. ஓகே, நீங்க வந்து இந்த எல்லாருமே நீங்க என்ன பண்ணுங்க, நீங்க எதை வேணா எடுத்து பயன்படுத்திக்கீங்க. சரி, எங்க மியூசிக் டைரக்டருக்கு எங்க முக்கியமான இன்னும் கூட போனீங்கன்னா நம்ம இன்னும் மேக்கப் எல்லாம் போனோம். ஓகே, நான் அதெல்லாம் விட்டுறேன். மெயினான அந்த ஒரு 5 டெக்னீஷியன் இருக்காங்களே, நீ நியாயமா இல்லையா? எங்க படைப்புங்க, யாரை கேட்டு நீங்க கை வைக்கிறீங்க? ശരി, എന്റെ പടപ്പാണ് ഇതെന്താ പറയുക, ഇയാൾക്ക് ബിസിനസ് നടക്കണം. അല്ല, ഒരു സൈഡില് ബിസിനസ് നടക്കണം, ഒരു സൈഡില് ഉഴപ്പ്, ഒരു സൈഡില് എഫേർട്ടാണ്, അങ്ങോട്ടാണ് ഇപ്പുറത്തെ ബിസിനസ്. സംഗതി ഒന്നുമല്ല, ബിസിനസ് നടക്കണം, എങ്ങനെയും കാശ് വരണം. ഇയാൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ കാശ് വരണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിചാരം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് വിചാരിച്ചൂടെ? അല്ലേ? ഇയാൾ കൊണ്ടുനടക്കേണ്ട ആവശ്യം, ഞാൻ പറയുന്നത് ഇത്ര ഗതികെട്ടിട്ട് ഈ ചെങ്ങായി ഇത് സിനിമ എടുക്കണോന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എന്താ അറിയോ, ഇത് അല്ല, ഇത് വേറെ ഒന്നുമല്ല, അമലാഷാജിനെ വെച്ചിട്ട് മൂപ്പര് തമിഴിൽ ഈ സാധനം വിറ്റു. മലയാളികളുടെ ഇടയിലും മലയാളികളുടെ ഇടയിലും ഇപ്പൊ ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോ ഇത് ആരാന്നൊക്കെ ചോദിച്ചു പോയി. അപ്പൊ ഇനിയിപ്പോ ഈ എന്ത് അമലാഷാജി അതെ, അമലാഷാജി ത്രൂ ഈ സിനിമയ്ക്ക് എന്തായി? ഇതിനി അമലാഷാജിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം. ഞാൻ പറയുമ്പോ ഇയാൾക്ക് റോയൽറ്റി അല്ല, അമലാഷാജി എന്നുള്ള പേര് ഉപയോഗിക്കണ അങ്ങോട്ട് പൈസ വാങ്ങണം. അങ്ങോട്ട് പൈസ ഉപയോഗിക്കണം അമല ശരിക്കും.
എന്നെ വെച്ച് ഉണ്ടാക്കിയില്ലടാന്ന്. ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആണെങ്കിൽ ഇവരുടെ റേറ്റ് കൂട്ടില്ലേ? എന്താ ഇവർക്ക് മാത്രം? എല്ലാവർക്കും സിനിമ നന്നാവണം അല്ലെങ്കിൽ അടിപൊളി ആവണം എന്നൊക്കെ മൈൻഡ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സിനിമ എടുത്തിട്ട് പൈസക്കാരനാവണം എന്നുള്ള മൈൻഡാണ്. ബിസിനസ് തന്നെയാണ്. അതേ ബിസിനസ് തന്നെയാണ് എല്ലാവരും ജീവിതത്തിൽ. അരിപ്രശ്നം തന്നെയാണ് എല്ലാവർക്കും എല്ലാം. ഓക്കെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇയാൾ ഇല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റാത്ത കേസ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1 റേറ്റ് പറയും. 1 റേറ്റ് ഒന്നും നോക്കാതെ 1 റേറ്റ് പറയും. അങ്ങനെയൊക്കെ അട്രോഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്നത് ചിലപ്പോ 1-2 കേസുകളൊക്കെ ഇട്ടിട്ട് പോരാലോ. അടുത്ത ഒരു അമല ഷാജിക്ക് തന്നെ 2 ലക്ഷത്തിന് 30 സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടോ? വേറെ ഇനി അതിന്റെ താഴെ എത്രയോ അമല ഷാജി പോലത്തെ ആളുകളില്ലേ? 2000 വെച്ചിട്ട് 300 ആക്കി കൊടുത്തോ, എന്നാലും പോരെ. അങ്ങനെ കൊടുത്തൂടെ? അത് പറ്റില്ല. അപ്പൊ ഫേമസ് ആയ ആളെ വേണം. അപ്പൊ അമല ഷാജിനെ വേണേനും പൈസ കൊടുക്കാൻ 300 രൂപ കിട്ടും വേണം. ഇത് എന്ത് വേണം പാടേ? എന്താണെങ്കിലും ചോദിച്ചത് എന്താ അവരുടെ റേറ്റ് കൊണ്ടാണ്. ഇപ്പൊ എല്ലാരും ഇൻസ്റ്റന്റ് റീച്ച്. അതെ, ഇപ്പൊ എല്ലാരും പറയും ഓർക്ക് പൈസ തന്നെ അഹങ്കാരം ഉണ്ടാവും. ഒരു അഹങ്കാരം കാണിക്കുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ട്. ഒരു റീല്, ഒരു സിനിമയിലെ പാട്ടിലെ റീലിൽ ഇപ്പൊ ഒരു 1 മില്യൺ എബോവ് ഉള്ള ഒരു പ്രൊഫൈലിൽ ഇൻസ്റ്റയിൽ ഒരു ഡാൻസ് വന്നു എന്ന് വിചാരിച്ചോ, 1 മണിക്കൂറിൽ കാണുന്നത് 5 ലക്ഷം 6 ലക്ഷം ആളുകളാണ്. അതും ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്ന 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള ഏജ് ജെൻഡർ കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ ഫോളോവേഴ്സ്. അപ്പൊ അതിന് എത്ര കൺവേർഷൻ നടക്കും? എത്ര കൺവേർഷൻ നടക്കും? ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേടേ. അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ തലയിൽ കയറുന്നൊരു നിങ്ങൾ കാശ് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളിനി ക്രിയേറ്റേഴ്സ് ഇറങ്ങേണ്ടി വരും. ആ സിനിമക്കാരെ എത്ര പൈസ മേടിച്ചു, ആ സിനിമക്കാരെ എത്ര പൈസ മേടിച്ചു, അങ്ങനെ മേടിക്കേണ്ട കാര്യം എന്തിനാ? ഒരു സിനിമയ്ക്ക് വേണ്ടി 1.5 കോടി 2 കോടിയൊക്കെ മേടിക്കേണ്ട കാര്യം എന്താന്ന് അവർക്ക് ചോദിക്കേണ്ടി 2 ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞാ. അപ്പൊ ഓക്കെ അല്ലേ? ഇനിയൊന്നും ഇല്ല പറയാനുള്ളൊക്കെ പറഞ്ഞു.